ഹലോ ഗൈസ്, പുതിയൊരിടിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇതിഹാസങ്ങൾ ഉൾപ്പെടെ പന്ത് തട്ടിയിരുന്ന ആ നാട്ടിൽ എന്താണ് ഈ സംഭവിക്കുന്നത്? കിരീടങ്ങൾക്ക് പിന്നാലെ കിരീടങ്ങൾ മാർച്ച് ചെയ്തിരുന്ന ആ നാട്ടിൽ എന്താണ് ഈ സംഭവിക്കുന്നത്? ആരൊക്കെയാണ് പന്ത് തട്ടിയത് ആ മണ്ണിൽ? ക്രിസ്ത്യാനോ റൊണാൾഡോ മുതൽ സിനദിൻ സിദാൻ വരെ നീണ്ടു നിൽക്കുന്ന ഇതിഹാസങ്ങൾ. ഇങ്ങനെ എന്തൊക്കെ പറയാനുണ്ട് ആ മണ്ണിന്? ആ നാട്ടിലെ അന്തരീക്ഷം എന്താണ് ഇങ്ങനെ മാറിപ്പോയത്? കാർലോ ആൻസലോട്ടി എന്ന ഇതിഹാസ പരിശീലകൻ പടിയിറങ്ങിയതിനു ശേഷം സാവി അലൻസോ എന്ന പരിശീലകൻ എത്തി. അദ്ദേഹത്തിന്റെ കീഴിലാണെങ്കിൽ ഇരുട്ടിലും എന്താ പറയാ വെട്ടത്തിലും നീണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ടീമിൻ്റെത്. പിന്നീട് എത്തിയത് ആൽവാറോ ആർബിലോവ എന്ന പറഞ്ഞ പരിശീലകൻ. അദ്ദേഹത്തിന്റെ കീഴിലാണെങ്കിൽ വീണും ഇഴഞ്ഞും നടന്നും ഓടിയുമുള്ള പെർഫോമൻസും. ഇങ്ങനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇന്ന് റയൽ മാഡ്രിഡ് എന്ന ആ ടീം കടന്നു പോകുന്നത്. അതും പാപ്പ പെറസ് എന്ന് ആരാധകർ വിളിച്ചിരുന്ന ഫ്ലോറന്റീനോ പെറസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരിക്കെ തന്നെ ഹല മാഡ്രിഡ് എന്ന് വിളിച്ചിരുന്ന ആരാധകർ ഇന്ന് കൂവി വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരാനും വിലയേറിയ അഭിപ്രായങ്ങൾ മോസ്റ്റായിട്ട് കമന്റ് ചെയ്യാനും _107 എന്ന നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അതിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നമ്മുടെ ഷോർട്സിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ഒന്ന് നോക്കുക, അവസാന 3 മത്സരങ്ങൾ മയോർക്കയ്ക്കെതിരെ 2-1, അതേപോലെ ബയൺ മ്യൂണിക്കിനെതിരെ 2-1 തോൽവി, അതേപോലെ ജെറോണയ്ക്കെതിരെ ഇന്നലെ ഫെഡെ വാൽവേർഡെയുടെ ഗോളിൽ ലീഡെടുത്തെങ്കിലും പിന്നീട് ഒരു ഗോൾ വഴങ്ങി സമനില. അങ്ങനെ അവസാന 3 മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് എന്ന ടീം വിജയിച്ചിട്ടില്ല. ഈ സീസണിൽ നോക്കുക, നമ്മുടെ സാവി അലൻസോയുടെ കീഴിൽ 5 തോൽവി, അതേപോലെ ഇദ്ദേഹത്തിന്റെ കീഴിൽ 7 തോൽവി, നമ്മുടെ ആൽവാറോ ആർബിലോയുടെ കീഴിൽ. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥയിലൂടെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയുന്ന പോലെയാണ് റയൽ മാഡ്രിഡ് എന്ന ക്ലബ്ബ് കടന്നു പോയിട്ടുണ്ടോ എന്നത് സംശയം തന്നെയാണ്. കപ്പ് ടൂർണമെന്റുകൾ പലതും കൈവിട്ടു, കോപ്പ ഡെൽ ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകൾ കൈവിട്ടു. ഇനി ആകെയുള്ളത് UCL-ഉം ലാലിഗയും മാത്രമാണ്. UCL-ൽ നോക്കുക, സാന്റിയാഗോ ബെർണാവോ എന്ന് പറഞ്ഞ എതിരാളികൾക്ക് ഓരോ നിമിഷവും ഓരോ യുഗം പോലെ തോന്നുമെന്ന് പറഞ്ഞ ആ മണ്ണിൽ വെച്ച്, ആ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ബയൺ മ്യൂണിക്കിനോട് 2-1 പരാജയപ്പെട്ടു. ഇനി കളിക്കേണ്ടത് അലിയൻസ് അറീനയിലാണ്, ബയൺ മ്യൂണിക്കിന്റെ ഹോമിലാണ്, മ്യൂണിക്കിൽ. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആൽവാറോ ആർബിലോയ്ക്കും സംഘത്തിനും പറക്കാൻ പറ്റുമോ എന്നത് സംശയം തന്നെയാണ്. പിന്നെ ലാലിഗയിലെ അവസ്ഥ നോക്കുക, 31 കളിയിൽ നിന്ന് 70 പോയിന്റാണ്. അതേസമയം 30 ഒരു കളി കുറച്ച് കളിച്ച ബാർസലോണ 30 കളിയിൽ നിന്ന് 76 പോയിന്റുമായി ഒന്നാമതാണ്. സോ ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ അവര് 79 പോയിന്റ്, 9 പോയിന്റിന്റെ ഡിഫറൻസ് ആവും അവിടെ. സോ ലാലിഗയിലും കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ട മട്ടാണ്. അപ്പോഴും ആർബിലോവ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നു, ഞങ്ങൾ റയൽ മാഡ്രിഡ് ആണ്, ഞങ്ങൾ തിരികെ വരിക തന്നെ ചെയ്യുമെന്ന്. അത് ആവേശത്തിൽ പറയാൻ കൊള്ളാം സാർ, പക്ഷേ അത് പ്രാക്ടിക്കൽ ആണോ എന്നത് സംശയം തന്നെയാണ്. ഇന്നലെ ശരിയാണ്, ഇന്നലത്തെ മത്സരത്തിൽ റഫറിയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു എന്നത് സംശയം തന്നെയാണ്. കാരണം ഇന്നലെ ചോരയുമായി നിൽക്കുന്ന എംബാപ്പയെ കണ്ടവരാണ് നമ്മൾ പെനാൽറ്റി ബോക്സിൽ, എന്നിട്ട് റഫറി പെനാൽറ്റി വിളിച്ചില്ല. അത് ഇപ്പോഴും നമ്മുടെ ISL റഫറിങ്ങിനെ പോലെ തന്നെ ഇപ്പം യൂറോപ്പിലെ റഫറിങ് മാറിയിട്ടുണ്ട്. വാർ റൂമിൽ ഇരിക്കുന്ന അണ്ണന്മാർക്ക് എന്താ പണിയെന്ന് ഇപ്പൊ ആലോചിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അപ്പം പറയാൻ ഇത്രയേ ഉള്ളൂ. ഇനിയും കാര്യങ്ങൾ മോശമായി കഴിഞ്ഞാൽ ഒരു ട്രോഫി പോലും ഇല്ലാതെ റയൽ മാഡ്രിഡിന് ഈ സീസൺ അവസാനിപ്പിക്കേണ്ടി വരും. പെറസ് ആർബിലോയെ ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യും. അതല്ലെങ്കിലും ചവിട്ടി പുറത്താക്കും, അത് കുറച്ചുകൂടി നേരത്തെ ആവുമെന്ന് മാത്രം. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.